ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വൈപ്പിനിൽ പട്ടിക വിഭാഗങ്ങൾ സംഘശക്തിയായി മാറുന്നുവെന്ന് KPMS. വൈപ്പിൻ മേഖലയിലുള്ള പട്ടികജാതി വർഗ വിഭാഗങ്ങൾ ഒരുമിച്ച് വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് KPMS സംഘടനാ സെക്രട്ടറി CC ബാബു പറഞ്ഞു. KPMS വൈപ്പിൻ യൂണിയൻ സമ്മേളനം എടവനക്കാട് വ്യാപാര ഭവൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടിക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വൈപ്പിൻ മേഖലയിലുള്ള വിവിധ സംഘടനകൾ പല കാര്യങ്ങളിലും യോജിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഒരുമിച്ച് നടത്തിയ സമരങ്ങൾ വിജയിച്ചതിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഇത്തരം ഐക്യപ്പെടലുകൾക്ക് KPMSന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിയൻ പ്രസിഡന്റ് NK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രശോഭ ഞാവേലി, ഗോപി ചുണ്ടമല, NG രതീഷ്, NK സജീവൻ, ബിന്ദു സുഭാഷ്, VK രജനി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് NK ചന്ദ്രൻ, സെക്രട്ടറി PK സുഗണൻ, ഗജാൻജി, KK പുഷ്പാങ്കദൻ എന്നിവരെ തിരഞ്ഞെടുത്തു. സഭയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അവിടെ നിന്ന് മാറി ഈ കോളേജ് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി 1,20,00,000 രൂപ ആലപ്പുഴയിൽ നിന്ന് കൊടുത്തു. എല്ലാ ശാഖയിലും സഞ്ചരിച്ചപ്പോൾ 2,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ കുടുംബക്കാർ 2,000 മാത്രമല്ല കൊടുത്തത്. അന്നാണ് കുഞ്ഞിന്റെ കഴുത്തിൽ കിടന്ന കമ്മലൂരി കൊടുത്ത്, കയ്യിൽ കിടന്ന വളയൂരി കൊടുത്ത്, മോതിരം ഊരി കൊടുത്ത്, പശുവിനെ കൊടുത്ത്, ആടിനെ കൊടുത്ത്, മരങ്ങൾ കൊടുത്ത്. എന്താണ് ഈ സമൂഹത്തിൽ ഒരു മെച്ചപ്പെട്ട സംവിധാനം ഉണ്ടാകണം. ഈ സമൂഹം എന്താണ് മറ്റുള്ളവരോടൊപ്പം നിൽക്കുവാൻ കഴിയുന്ന സമൂഹമായി മാറുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് എല്ലാം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അവർ സ്വരൂപിച്ചു വെച്ച വഞ്ചിക പോലും എടുത്തു കൊടുത്തുകൊണ്ട് കോടാനുകോടി രൂപ പിരിച്ചു കൊടുത്തിട്ട് എന്താണ് അതിപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യം നിങ്ങൾക്കും ന്യൂസ് ബ്യൂറോ, പറവൂർ.